ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും ടോക്സിലേക്ക് സ്വാഗതം. ഡെലിവറിക്ക് ശേഷം എനിക്ക് വീഡിയോസൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഓരോരോ കാര്യങ്ങൾ കൊണ്ട് നടന്നില്ല. ഞാനും കുഞ്ഞുവാവയും ഫാമിലിയായിട്ട് സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നിങ്ങളെ കാണിക്കാനായിട്ട് കുഞ്ഞുവാവയൊക്കെ ഒരു ദിവസമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിങ് ആണ് ലാസ്റ്റ് ചെയ്ത വീഡിയോ. അപ്പം അതിൽ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ട് വന്നത്, എന്തൊക്കെ സാധനങ്ങളാണ് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് തോന്നിയത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഹോസ്പിറ്റലിലും വ്യത്യസ്ത തരമായിരിക്കും കാര്യങ്ങളും യൂസ് ചെയ്യുന്ന സാധനങ്ങളും ഒക്കെ. എന്നാലും എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ കൊണ്ടുപോയ ഐറ്റംസൊക്കെ നേരത്തെ വീഡിയോയിൽ ലിങ്ക് ചെയ്യാൻ വേണമെങ്കിൽ താഴെ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് ഞാൻ എടുത്ത ചെക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം അതിൽ നിന്ന് നമുക്ക് അത്യാവശ്യം ആയിട്ട് യൂസ് ചെയ്യാൻ ആവശ്യമായിട്ട് വന്ന കാര്യങ്ങൾ, എനിക്ക് പറ്റിയ മിസ്റ്റേക്സ്, ഞാൻ എടുത്തതിൽ ഏകദേശം എല്ലാ സാധനങ്ങളും എനിക്ക് വേണ്ടി വന്നു. ചിലതൊക്കെ വലിയ അത്യാവശ്യമില്ല എന്ന് നമുക്ക് തോന്നുന്ന ഐറ്റംസും ഉണ്ടായിരുന്നു. അത് ഓരോ ഹോസ്പിറ്റലിനെ ബേസ് ചെയ്തിട്ടാട്ടോ. ചില സാധനങ്ങൾ ഉപയോഗിക്കാൻ സമ്മതിക്കത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഓരോ ഹോസ്പിറ്റലിലും ഓരോ രീതിയാണ്. അപ്പം ഞാൻ എടുത്തതിലെന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്കുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നൈറ്റി, ഞാൻ അടിപ്പാവാട അതൊക്കെ കരുതിയിരുന്നു. പിന്നെ ബ്രാ, ചിലവരൊക്കെ ആണെങ്കിൽ ഫ്രണ്ട് ഓപ്പൺ ബ്രാ പറയും. ഫസ്റ്റ് ഡെലിവറിയിൽ ഞാൻ അതുപോലെ ഫ്രണ്ട് ഓപ്പൺ ഒക്കെ മേടിക്കാൻ വരുമ്പോൾ അവിടുത്തെ സിസ്റ്റർ തന്നെ പറഞ്ഞു ഫ്രണ്ട് ഓപ്പണിൻ്റെ ആവശ്യമില്ല, നോർമൽ ബ്രാ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ എടുക്കാത്തതും എന്നാൽ വേണ്ടി വാങ്ങിച്ചാൽ നന്നായിരുന്നു എന്ന് തോന്നിയിരുന്ന ഒരു ഐറ്റമാണ് ബ്രസ്റ്റ് പാഡ്. അത് നഴ്സിംഗ് പാഡ് എന്ന് പറയാം, അത് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എനിക്ക് തോന്നി. പക്ഷെ ഞാനത് പർച്ചേസ് ചെയ്തിട്ടില്ലായിരുന്നു, പിന്നെ അതങ്ങ് വിട്ടു. പിന്നെ ഇപ്പം നമുക്ക് അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളിൽ ഡ്രസ് ഐറ്റംസ്, നൈറ്റി, ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ്. കാരണം സി സെക്ഷൻ ആണെന്ന് എനിക്ക് ഓൾറെഡി അറിയാമല്ലോ, അതുകൊണ്ട് ഫ്രണ്ട് ഓപ്പൺ നൈറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും 2 പാവാട ഒക്കെ ഞാൻ കരുതിയിരുന്നു. പക്ഷേ പാവാട നമുക്ക് അവർ സമ്മതിക്കാറില്ല, സ്റ്റിച്ച് ഉള്ളതുകൊണ്ട് അത് എനിക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നെ ഞാൻ പാൻറ്റീസ് ആണെങ്കിൽ നമ്മുടെ സ്റ്റിച്ച് തട്ടാത്ത രീതിയിൽ, അതായത് ടമ്മി ടക്കർ മോഡൽ പാൻറ്റീസാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ വാങ്ങിച്ചത് 2-3 പ്രാവശ്യം വാങ്ങിച്ചു, പക്ഷേ സൈസ് പ്രോബ്ലം കാരണം എനിക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പം ഫസ്റ്റ് ഡെലിവറി ടൈമിൽ സി സെക്ഷൻ ആയിരുന്നപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ, എൻ്റെ ഫസ്റ്റ് ഡെലിവറി എറണാകുളത്തായിരുന്നു. അപ്പം അവിടുത്തെ ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞു ഇതുപോലത്തെ പാൻറ്റീസാണ് യൂസ് ചെയ്യേണ്ടത്, അവിടെ തന്നെ ഞാൻ മേടിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ എനിക്കത് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചതൊന്നും എനിക്ക് സൈസും കറക്റ്റായില്ല. പിന്നെ ഞാൻ ന്യൂ മോമിൻ്റെ പാഡാണ്, സാനിറ്ററി പാഡാണ് വാങ്ങിച്ചിരുന്നത്. നമ്മൾ സി സെക്ഷൻ കഴിഞ്ഞ ശേഷം നമ്മൾ അവിടെ 24 hours കഴിഞ്ഞിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പുറത്തേക്ക് ഇറക്കുന്നത്. അപ്പം ആ 24 hours അവരുടെ ICUലായിരിക്കും. അപ്പം അവിടെ ആയിരുന്നപ്പം അവർ നേഴ്സ് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സും നമ്മുടെ അതുപോലെ പാഡ്, തുണി, വൈറ്റ് കളർ മുണ്ട് തന്നെ അവർ അവിടെ ചോദിക്കുന്നത്, തുണി കെട്ടാനായിട്ട്. അതുപോലെ ഈ പാഡും, പിന്നെ അതുപോലെ കുഞ്ഞിനാണെങ്കിൽ ഒരു ഹുഡ് ടവലും, പിന്നെ ഡയപ്പറും, പിന്നെ ഒരു കുഞ്ഞുടുപ്പും. അത്രയാണ് കുഞ്ഞിന് വേണ്ടിയിട്ട് അവർ ചോദിക്കുമ്പോൾ കൊടുക്കുന്നത്. പിന്നെ നമ്മളിപ്പം എനിക്ക് അഡ്മിറ്റായി ആദ്യം 4th ഫെബ്രുവരി 4 എൻ്റെ ഡെലിവറി. അതിന് 2 ദിവസം മുന്നേ 2-ാം തീയതി അഡ്മിറ്റായി. അതിന് ഡെലിവറിക്ക് ശേഷം പിന്നെ പറഞ്ഞല്ലോ കഴിഞ്ഞ് എൻ്റെ സി സെക്ഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ രാവിലെ 10-11 മണിയൊക്കെ ആയപ്പോഴാണ് റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അപ്പോഴത്തൊട്ട് നമ്മൾ കുഞ്ഞിനായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അവർ നോർമലി പാൻറ്റീസിൽ പാഡ് വെച്ചിട്ടാണ് വിടുന്നത്. ഞാൻ യൂസ് ചെയ്ത് ന്യൂ മോമിൻ്റെയാണ് ഞാൻ ഹോസ്പിറ്റൽ ബാഗിൽ പാക്ക് ചെയ്തെങ്കിലും, പക്ഷെ അത് ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത്. ഈ സി സെക്ഷൻ ചെയ്ത സ്റ്റിച്ചിൻ്റെ വേദനയും അതിനോട് ഭയങ്കര എന്താ പറയുക, പഞ്ഞിക്കെട്ട് പോലെ ഭയങ്കര വീതിയുള്ള പാഡാണ്. പക്ഷെ നമുക്കതൊട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു. എനിക്ക് എൻ്റെ പേഴ്സണലി ഞാൻ നോക്കിയിട്ട് എനിക്ക് ന്യൂ മോമിൻ്റെ പാഡൊട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു. പിന്നെ ഞാൻ സ്ലീവ് ഫ്രീയുടെ എക്സലിൻ്റെ പാഡ് വെച്ചിട്ട്
ലെങ്ത്തുള്ള പാഡുണ്ടല്ലോ, അത് 2 വെച്ചിട്ട് ആണ് ഞാൻ പിന്നെ യൂസ് ചെയ്തത്. അതുപോലെ തന്നെ പാൻറ്റീസ് ആണെങ്കിലും പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് ഹസ്ബൻഡ് വാങ്ങി തന്നു ഒരു 3 സെറ്റുള്ള. അത് നല്ല സോഫ്റ്റ് ഇലാസ്റ്റിക് ആയിരുന്നു, നമുക്ക് കയറ്റി ഇടാനും പറ്റും, സ്റ്റിച്ചിലൊന്നും തട്ടുകയില്ല, കംഫർട്ടബിളായിട്ട് വിയർ ചെയ്യാൻ അത് പറ്റി. അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ കുഞ്ഞിന് ഇതുപോലെ ബൂട്ടീസും വിറ്റണം, ഗ്യാപ്പ് പറഞ്ഞാലും വിറ്റണം ബൂട്ടീസും നിർബന്ധമായിട്ടും അവർ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർ കൺസൾട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ചോദിക്കും. അപ്പം എപ്പോഴും മാറ്റി അഴുക്കാവുകയാണെങ്കിലും മാറ്റി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എക്സ്ട്രാ ഞാൻ വാങ്ങിച്ചതിൽ എക്സ്ട്രാ 2 പേരും കൂടെ പിന്നെ ഞാൻ വാങ്ങിയായിരുന്നു. അപ്പം മിറ്റൻസ് ബൂട്ടീസൊക്കെ അത്യാവശ്യമുള്ളതാണ്. പിന്നെ കുഞ്ഞുടുപ്പും നമുക്ക് വേണ്ടി വരും. അവിടെയാണെങ്കിലും നമ്മൾ കുഞ്ഞിന് മാറ്റിയിട്ട് കൊടുക്കാനൊക്കെ കുഞ്ഞുടുപ്പും വേണ്ടി വരും. പിന്നെ അവിടുത്തെ ഡോക്ടറാണെങ്കിൽ ഡോക്ടേഴ്സ് ആണെങ്കിലും പറഞ്ഞ പോലെ ഡയപ്പർ അങ്ങനെ ഇടാനായിട്ട് സമ്മതിക്കില്ല. അവരെപ്പോഴും വന്നിട്ട് പറയും തുണി യൂസ് ചെയ്താൽ മതി, ഡയപ്പർ അങ്ങനെ യൂസ് ചെയ്യണ്ടെന്ന് പറയും. കാരണം കുഞ്ഞിൻ്റെ യൂറിൻ പാസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പൂപ്പ് ചെയ്യുന്നത് എത്രയുണ്ട്, അല്ലെങ്കിൽ മലം പോകുന്നുണ്ടോ അല്ലെങ്കിൽ മൂത്രം എത്ര ആവശ്യത്തിന് പോകുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ ഡയപ്പർ ആണെങ്കിൽ പറ്റില്ല. അപ്പോൾ തുണിയാകുമ്പോൾ എത്ര നമ്മൾ തുണി യൂസ് ചെയ്തു അതിൻ്റെ ബേസ് ചെയ്ത് അവർ ചോദിക്കുമ്പോൾ പറയാൻ വേണ്ടിയിട്ടാണ് ഡയപ്പർ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. എന്നാലും നമുക്ക് വെള്ളം കൊണ്ട് എടുക്കുമ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളതും നമുക്ക് വേണ്ടിയിട്ടുള്ളതും വെള്ളം കൊണ്ട് അത്യാവശ്യമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന ഐറ്റമാണ്. പറഞ്ഞാൽ വിറ്റൻ ബൂട്ടി. പിന്നെ കുഞ്ഞിനുള്ള ഡയപ്പർ അല്ലാത്ത ടൈമിൽ നമ്മൾ രാത്രിയൊക്കെ ഡയപ്പർ കെട്ടിയാണ് കിടത്താറ്. അപ്പോൾ ഞാനൊരു പാമ്പേഴ്സിൻ്റെ ഡയപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് യൂസ്ഫുള്ളാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ അവിടെ സംഭവം എനിക്ക് വേണ്ടി വന്നില്ല, അതവർ സമ്മതിച്ചില്ല ഇടാനായിട്ട്. പിന്നെ കുഞ്ഞിന് വേണ്ട അത്ര സാധനങ്ങളുള്ളൂ, കുഞ്ഞുടുപ്പും പാമ്പേഴ്സും മിറ്റൻ ബ്യൂട്ടീസ് അത്രയുള്ളൂ. പിന്നെ വൈപ്സ് ആണെങ്കിലും അവരോട് യൂസ് ചെയ്യാൻ സമ്മതിച്ചില്ല. അവർ പറഞ്ഞത് വൈപ്സ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കുഞ്ഞ് തുണി നനച്ച് തുടച്ചാൽ മതി, അങ്ങനെയാണ് അവിടുത്തെ ഒരു രീതി. അപ്പോൾ അവർ വൈപ്സ് യൂസ് ചെയ്യാനും സമ്മതിക്കത്തില്ല. അപ്പം വൈപ്സ് ഞാൻ കൊണ്ടുപോയിട്ടും വേണ്ടി വന്നില്ല. പിന്നെ ഇത് കുളിപ്പിക്കലും കാര്യങ്ങളൊന്നുമില്ല, പോക്കിൽ കൂടി പൊഴിഞ്ഞു കഴിഞ്ഞാലല്ലേ കുളിപ്പിക്കാനൊക്കെ പറ്റില്ല. കുഞ്ഞിന് ബാത്തിങ് ആവശ്യം അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യമില്ല. വീട്ടിൽ വന്ന് പോക്കിൽ കൂടി പൊഴിഞ്ഞ ശേഷം കുളിപ്പിക്കുകയൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ വീട്ടിൽ വന്നിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഇത്ര ഐറ്റംസൊക്കെയാണ് നമുക്ക് അത്യാവശ്യം വേണ്ടി വന്ന സാധനങ്ങൾ. അപ്പോൾ ഒന്നുകൂടെ പറയാം, അതായത് അമ്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ എനിക്കുള്ള ഡ്രസ്സ് നൈറ്റി ആണെങ്കിൽ നൈറ്റി, ഓപ്പൺ നൈറ്റിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ 3 ഓപ്പൺ നൈറ്റി കൊണ്ടുവരുന്നത് യൂസ് ചെയ്തു. പിന്നെ ബ്രാ, പാൻസ്, പിന്നെ പാഡ് പറഞ്ഞാൽ യൂണിഫോമിൻ്റെ പാഡ് എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നില്ല, എനിക്ക് ഇഷ്ടമുള്ള പാഡ് അതാണ് ചേർക്കാൻ പറ്റും. പിന്നെ തുണി ഓരോ ഹോസ്പിറ്റൽ ഓരോ രീതിയാണ്, തുണിയും പാഡും അവർ ചോദിക്കുന്നതാണ്. അപ്പം വൈറ്റ് തുണി അത് മുണ്ട് കുഞ്ഞിനും അതുപോലെ ആവശ്യമുണ്ട്. നമ്മൾ പിന്നെ യൂസ് ചെയ്യാൻ എപ്പോഴും പാമ്പർ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ കുഞ്ഞിൻ്റെ ഡയപ്പർ എന്തായാലും കയ്യിൽ കരുതണം. അപ്പം നെയ്സീവിൽ അങ്ങനെയൊക്കെ വയ്ക്കുകയാണെങ്കിൽ എന്തായാലും അവർ ഡയപ്പർ ചോദിക്കും. അവിടെ ഇതുപോലെ തുണി മാറ്റാൻ വരുന്നുണ്ട്. ഡയപ്പറും അത്യാവശ്യമുള്ള സാധനമാണ്. മിറ്റൻ ബൂട്ടീസ്, ക്യാപ്പ് അതും അത്യാവശ്യമാണ്. കുഞ്ഞിന് തണുപ്പടിക്കാതിരിക്കാനായിട്ട് എപ്പോഴും അതിട്ട് കൊടുക്കണം. പിന്നെ സാഡ്ലിങ് ക്ലോത്ത് ഒന്നെങ്കിൽ കൂടെ ടവൽ തന്നെ 2-3 എടുക്കുവാണെങ്കിൽ കുഞ്ഞിനെ സാഡിൽ ചെയ്ത് കിടത്താനായിട്ട് നല്ലതാണ്. അപ്പം എപ്പോഴും കുഞ്ഞിനെ സാഡിൽ ചെയ്ത് കിടത്തണം. കുഞ്ഞിന് തണുപ്പടിച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് വെയിറ്റ് കൊണ്ടുപോകും എന്നൊക്കെയാണ് ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് സാഡിൽ ചെയ്യാനായിട്ട് ടർക്കി എനിക്കൊരു 3-4 എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് മാറി യൂസ് ചെയ്യാനായിട്ട് അത്രയും വേണ്ടി വരും. കുഞ്ഞിന് പ്രധാനമായിട്ട് ഇതൊക്കെയാണ്. വൈപ്സ് ഒന്നും എനിക്ക് വേണ്ടി വന്നില്ല. ഇത്രയും ഐറ്റംസ് നമുക്ക് അത്യാവശ്യം വേണ്ട വന്നുള്ളൂ. അമ്മയുടെ കുഞ്ഞിൻ്റെയും കാര്യമാണോ ഞാൻ പറഞ്ഞത്. അതർ ഐറ്റംസൊക്കെ നമുക്ക് അമ്മ പറഞ്ഞതിൽ കൂടുതൽ സാധനങ്ങളും അതൊക്കെ വേണ്ടി വന്നു. അമ്മയുടെ കുഞ്ഞിൻ്റെ സാധനങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്, ഇത്രയും വേണ്ടി വന്നുള്ളൂ. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിസ്റ്റ് വേണമെങ്കിൽ കൊടുത്തേക്കാം, അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.